പി.വി. അൻവർ അടക്കമുള്ള നിരവധി പേർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പാർട്ടിക്കെതിരായും സർക്കാരിനെതിരായുമൊക്കെ പ്രത്യക്ഷമായും അല്ലാതെയുമൊക്കെ നിരവധി വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. പക്ഷേ അവർക്കെതിരെ ഒന്നും ഒരു കടുത്ത നിലപാടും നടപടിയും സ്വീകരിച്ചിട്ടില്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ.പി. ജയരാജൻ എന്ന എക്കാലത്തെയും ഇടതുപക്ഷത്തിൻ്റെ കരുത്തനായ നേതാവിനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇ.പി. ജയരാജനെ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? ഇ.പി. ജയരാജൻ മാത്രമാണോ പാർട്ടിക്ക് ദോഷമുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്? ഇ.പി. ജയരാജൻ മാത്രമാണോ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായി ഭീഷണി ഉയരുന്ന തരത്തിലേക്കുള്ള പല പ്രവൃത്തികളും ചെയ്തിട്ടുള്ളത്? അല്ല. ഇതിനു മുമ്പ് പാർട്ടിക്കെതിരെ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്തവർക്കെതിരായെല്ലാം പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന നിലപാട് തന്നെയായിരുന്നു ഇടതുപക്ഷം സ്വീകരിച്ചിരുന്നത്. അന്നൊന്നും അത്തരത്തിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിന്നും എത്ര വലിയ മുതിർന്ന നേതാവാണെങ്കിലും എടുത്തു കളയുന്നതൊന്നും വലിയ ചർച്ചാ വിഷയമായിരുന്നില്ല. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുള്ള പല പ്രവർത്തനങ്ങളും പല പ്രവൃത്തികളും പിണറായി വിജയനെതിരെ ഉയരുന്ന ആരോപണങ്ങളും ചോദ്യങ്ങളുമായി മാറിയിരിക്കുകയാണ്. ആ ആരോപണങ്ങളും ചോദ്യങ്ങൾക്കും കാരണക്കാരായി മാറിയിട്ടുള്ളത് തനിക്ക് അത്രമേൽ വേണ്ടപ്പെട്ടതോ അല്ലെങ്കിൽ അത്തരക്കാർക്കെതിരെ നടപടിയെടുത്താൽ സ്വന്തം മുഖ്യമന്ത്രി കസേര വരെ ഉലഞ്ഞു താഴെ പോകുമെന്ന് ഭയമുള്ളവർക്കെതിരെയോ ആണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശബ്ദത പാലിക്കുക തന്നെ ചെയ്യും. മുഖ്യൻ നിശബ്ദത പാലിച്ചാൽ സ്വാഭാവികമായും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷും അത്തരത്തിൽ തന്നെ ചെയ്യുന്ന രീതിയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇടതുപക്ഷത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ നേതാക്കന്മാരെക്കാട്ടിലും മുകളിലാണ് പാർട്ടി സെക്രട്ടറിയും പാർട്ടി നിലപാടും എന്നുള്ള നയപരമായ തീരുമാനങ്ങളിലെല്ലാം വലിയ മാറ്റം ഇപ്പോൾ ഇടതുപക്ഷത്തുണ്ടായിട്ടുണ്ട്. ആ നയപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലും പി.വി. അൻവറിനെ പോലെയുള്ള അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള പലരെയും പാർട്ടി സംരക്ഷിക്കുമ്പോഴും അവരുടെ ആരോപണങ്ങൾ പാർട്ടിക്ക് വലിയ ദോഷമായി മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടും അവരെയെല്ലാം പാർട്ടി ചേർത്ത് പിടിക്കുമ്പോഴും ഇ.പി. ജയരാജനെ പോലെ എല്ലാ കാലത്തും പാർട്ടിക്കും പിണറായിക്കും സഹായിയായിരുന്ന അദ്ദേഹത്തെ മാറ്റിയതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്ത് എന്ന ചോദ്യത്തിന് പല മറുപടികളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇ.പി. ജയരാജന് എതിരെ മാത്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്? അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. VS പിണറായി ഗ്രൂപ്പ് തർക്കകാലത്ത് പിണറായിയുടെ രണ്ടാമനായിരുന്നു ഇ.പി. ജയരാജൻ. കോടിയേരി പിണറായിയോടൊപ്പവും VS സർക്കാരിൻ്റെ രണ്ടാമനും ഇരു ഗ്രൂപ്പുകൾക്കിടയിലെ മധ്യസ്ഥനുമായിരുന്നു. പിണറായി ഗ്രൂപ്പിൽ ഇ.പി. ആയിരുന്നു രണ്ടാമൻ. പാലക്കാട് കഴിഞ്ഞ് മലപ്പുറം സമ്മേളനമാകുമ്പോൾ പാർട്ടി രണ്ട് ഗ്രൂപ്പുകളായിരുന്ന കാലത്ത് VSന്റെ പാനലിനെ തോൽപ്പിച്ച് പാർട്ടി പിടിച്ചെടുത്തുകൊണ്ടാണ് പിണറായി മിന്നൽ പിണറായത്. VS ഗ്രൂപ്പിൻ്റെ സമഗ്രാധിപത്യം ഉണ്ടായിരുന്ന തൃശ്ശൂർ ജില്ലയിൽ സെക്രട്ടറിയായി ഇ.പി. അയച്ചത് പിണറായിയുടെ തന്ത്രപരമായ നീക്കമായിരുന്നു. ദേശാഭിമാനി പത്രത്തിൻ്റെ നേതൃചുമതല പദവിയിലേക്ക് അദ്ദേഹത്തെ വിട്ടതും പിണറായി ആയിരുന്നു. 2016 മന്ത്രിയാക്കിയതും രാജിവെപ്പിച്ചതും പിന്നീട് മന്ത്രിയാക്കിയതും പിണറായി തന്നെ. 2021 G. സുധാകരൻ, തോമസ് ഐസക് എന്നിവരോടൊപ്പം ഇ.പിക്കും അസംബ്ലി സീറ്റ് കൊടുത്തില്ല. കെ ശൈലജയോടൊപ്പം VS ഗ്രൂപ്പിൻ്റെ ബാക്കി പത്രങ്ങളായിരുന്ന TP രാമകൃഷ്ണൻ, കടകംപള്ളി സുരേന്ദ്രൻ, MM മണി എന്നിവരെ 2021 മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ നൽകുവാൻ കഴിയുന്ന സ്ഥാനമാനങ്ങളൊക്കെ നൽകി വലം കൈയാക്കി പിണറായി എല്ലാ കാലത്തും കൊണ്ടു നടന്നിരുന്ന ഇ.പി. ജയരാജനെ എങ്ങനെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് അങ്ങ് മാറ്റുവാൻ സാധിക്കുക? പിണറായി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ എന്തും ചെയ്യാമെന്ന് അഹങ്കരിച്ചവർക്ക് ആകെയുള്ള മറുപടിയാണ് ഈ ഇ.പിയുടെ ഉദാഹരണം. ഒരു പരിധിക്കപ്പുറം മുഖ്യമന്ത്രിക്ക് ആരെയും സംരക്ഷിക്കുവാൻ കഴിയില്ല എന്നും ചില അളവുകോലുണ്ട് എന്നതിൻ്റെ ബോധ്യപ്പെടുത്തലുമാണിത്. പാർട്ടിയായാലും സർക്കാരായാലും ഒരു കൂട്ടുത്തരവാദിത്തമുണ്ട്. ഇത്തരക്കാർക്ക് 2016 തന്നെ മുഖ്യമന്ത്രി താക്കീത് നൽകിയതാണ്. 2022 ഗോവിന്ദൻ മാസ്റ്ററെ സെക്രട്ടറിയാക്കിയത് മുതൽ ഇ.പി. കാത്തിരുന്നു തൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കുവാൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഒന്നും ചെയ്യരുതെന്നും ഉപദേശിച്ചതും മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇത് ബന്ധുക്കളോടും തൻ്റെ അടുത്ത സുഹൃത്തുക്കളോടും ഇ.പി. പറഞ്ഞിരുന്നു എന്ന വാർത്തകളും പരക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസത്തെ സംഭവത്തെപ്പറ്റി മുഖ്യമന്ത്രി നടത്തിയ ശിവന്റെയും പാപിയുടെയും ഉദാഹരണത്തിൽ ഇ.പിയുടെ മറുപടി ഇതായിരുന്നു: ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് പാപിയല്ല, മറിച്ച് ഞാൻ ശിവനാണ്. ഞാൻ മടങ്ങുന്നത് കൈലാസത്തിലേക്കായിരിക്കും, പാപികൾ പാതാളത്തിലേക്കും. ഇ.പിക്ക് എന്തായാലും ഇനി കാത്തിരിപ്പിൻ്റെ കാലമാണ്. അതുപോലെ ഇ.പിയെയും കാത്തിരിക്കുന്നു കൊല്ലത്ത് നടക്കേണ്ട CPM സംസ്ഥാന സമ്മേളനവും ചെന്നൈയിൽ നടക്കുവാൻ പോകുന്ന പാർട്ടി കോൺഗ്രസും. അങ്ങനെ ഇ.പിയെ കാത്തിരിക്കുന്നവർക്ക് മുൻപിൽ പിണറായി വിജയൻ നൽകിയ ഈ തിരിച്ചടി അല്ലെങ്കിൽ ഇ.പിക്ക് പിണറായി നൽകിയ തിരിച്ചടി ഏത് തരത്തിലാണ്
ഇടതുപക്ഷത്ത് ഒരു വലിയ കൊടുങ്കാറ്റായി മാറുവാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടതായുണ്ട്. ഒരുപക്ഷെ പ്രകാശ് ജാവേദ്കറുമായി മറ്റെന്തോ കാര്യത്തിന് വേണ്ടി കൂടിക്കാഴ്ച നടത്തിയ ഇ.പി. ജയരാജൻ തനിക്ക് നൽകിയ ഈ തിരിച്ചടിക്ക് മറുപടിയായി BJP-യിലേക്ക് ഒരു ടിക്കറ്റ് വരെ ചോദിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.